വെൽക്കം ടു പ്ലാന്റ് സപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ DNA റെപ്ലിക്കേഷൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇലോങ്ങേഷനാണ് എടുക്കുന്നത്. സോ അതിന് മുന്നേ ഇനീഷ്യേഷൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ഒരു റിവൈൻഡ് ആണ് ചെയ്യുന്നത്. സോ അതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കുമ്പം ഈ DNA പോളിമറൈസ് ഡെൽറ്റയും എപ്സിലോണും ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആയി പോയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, മാറിപ്പോയതാണ്. DNA പോളിമറൈസ് ഡെൽറ്റ എന്ന് പറയുന്നത് ലാഗിങ് സ്ട്രാൻഡ് സിന്തസിസും DNA പോളിമറൈസ് എപ്സിലോൺ എന്ന് പറയുന്നത് ലീഡിങ് സ്ട്രാൻഡിന്റെ സിന്തസിസും ആണ് ചെയ്യുന്നത്. സോ കുറെ എൻസൈംസ് ഒക്കെ വന്നു, പ്രൈമറിനെ ആഡ് ചെയ്തു. DNA പോളിമറൈസ് ആൽഫ വന്നു, പ്രൈമറിനെ ആഡ് ചെയ്തു, ഒരു 20 ന്യൂക്ലിയോടൈഡ് വരെ സിന്തസൈസ് ചെയ്തു. ഇത്രയാണ് ഇനീഷ്യേഷനിൽ പറയുന്നത്. കുറേ എൻസൈംസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം ഇനീഷ്യേഷൻ ഒക്കെ നടന്ന് ഒരു ഇലോങ്ങേഷന്റെ പകുതി വരെ ആ ഒരു ഇനീഷ്യേഷനിൽ പറയുന്നുണ്ടല്ലേ, അതായത് DNA പോളിമറൈസ് ആൽഫ ഇലോങ്ങേഷന് ജസ്റ്റ് ഇലോങ്ങേഷൻ്റെ ഒരു സ്റ്റാർട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇലോങ്ങേഷൻ ഇങ്ങനെ നടന്ന് ഇലോങ്ങേഷനിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് പ്രൈമർ എങ്ങനെയാണ് ലാസ്റ്റ് റിമൂവ് ചെയ്യുന്നത്, അവ എങ്ങനെയാണ് ഫ്യൂസ് ചെയ്യുന്നത്. അതായത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ നമ്മളെ ലാഗിങ് സ്ട്രാൻഡിൽ. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരേ പ്രൈമേഴ്സ് ഉണ്ടാവും. ആ പ്രൈമർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലീഡിങ് സ്ട്രാൻഡിലുള്ള പ്രൈമർ എങ്ങനെയാണ് റിമൂവ് ചെയ്തത്, അതിൻ്റെ അഡ്ജസ്റ്റന്റ് ഫ്രാഗ്മെന്റ്സ് എങ്ങനെയാണ് ഫ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എൻസൈംസ് ഉണ്ട്. DNA പോളിമറൈസ് ഡെൽറ്റയും DNA പോളിമറൈസ് എപ്സിലോണും ഉണ്ട് എന്ന് പറഞ്ഞു. ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് DNA പോളിമറൈസ് ആൽഫ വന്നു, പ്രൈമറിനെ ബൈൻഡ് ചെയ്തതിനു ശേഷം 20 ന്യൂക്ലിയോടൈഡ്സ് ബൈൻഡ് ചെയ്തു. അതിനുശേഷം DNA പോളിമറൈസ് എപ്സിലോൺ വന്നിട്ട് ലീഡിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാനും പ്രൂഫ് റീഡിങ്ങിനും സഹായിക്കും. ഓക്കെ, അതേപോലെ തന്നെ DNA പോളിമറൈസ് ഡെൽറ്റ വന്ന് ലാഗിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാനും സഹായിക്കും. അപ്പം അങ്ങനെയാണ് ഇലോങ്ങേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഡെൽറ്റയും എപ്സിലോണും വന്ന് ലാഗിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അതായത് താഴെയുള്ളത് എന്താ, ഓൾഡ് ടെംപ്ലേറ്റ് DNA ആണ്. ഈ യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നത് പ്രൈമർ ആണ്. ഇത് ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള DNA ആണ് ഈ ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത്. രണ്ട് DNA ഫ്രാഗ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ലാഗിങ് സ്ട്രാൻഡ് ആണെങ്കിൽ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രൈമർ RNA പ്രൈമറിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, അതിനെ സഹായിക്കുന്ന എൻസൈംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതിന് രണ്ട് മോഡൽ ഉണ്ട്. ഓക്കെ, രണ്ട് മോഡൽ ഉണ്ട്. ഒന്നാമത്തേത് RNase H എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ടിവിറ്റിയും രണ്ടാമത്തേത് ഫ്ലാപ്പ് മെത്തേഡ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുമാണ്. അതിൽ RNase H ലീഡിങ് സ്ട്രാൻഡിന് മാത്രമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സോ RNase H ലീഡിങ് സ്ട്രാൻഡും ഫ്ലാപ്പ് മെത്തേഡ് ലാഗിങ് സ്ട്രാൻഡിന് വേണ്ടിയിട്ടുമാണ്. സോ നമുക്ക് ആദ്യം RNase H ആക്ടിവിറ്റി എങ്ങനെയാണ്, അതിനെ സഹായിക്കുന്ന എൻസൈം ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇത് ഒരു സ്ട്രാൻഡ് ആണെന്ന് പറഞ്ഞു, ഇതൊരു പ്രൈമർ ആണ്, ഇത് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള DNA ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു DNA ഫ്രാഗ്മെന്റ്സ് എങ്ങനെയാണ് RNase H വഴി ഫ്യൂസ് ചെയ്യുന്നത് നോക്കാം. അതിന് ആദ്യമായിട്ട് ഈ ഒരു RNA പ്രൈമറിനെ റിമൂവ് ചെയ്യാൻ അവിടെ ഒരു എൻസൈം വേണം. ആ എൻസൈമിന്റെ പേരാണ് RNase H. ഓക്കെ, RNase H എന്ത് ചെയ്യും, ആദ്യം പ്രൈമറിന്റെ അടുത്ത് വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഈ RNase Hന്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്, റിമൂവ് ദ പ്രൈമർ ടു ലാസ്റ്റ് ന്യൂക്ലിയോടൈഡ്. അതായത് പ്രൈമർ ആഡ് ചെയ്തു, പ്രൈമറിന്റെ ആ ഒരു ന്യൂക്ലിയോടൈഡിന്റെ ലാസ്റ്റ് ന്യൂക്ലിയോടൈഡ് വരെ, അതായത് ലാസ്റ്റ് ന്യൂക്ലിയോടൈഡ് ക്ലീവ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ RNase H എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാണ്. RNase H റിമൂവ് ചെയ്തു. അതിനുശേഷം ബാക്കി ഉണ്ടല്ലോ ഒരു ലാസ്റ്റ് ന്യൂക്ലിയോടൈഡും ഉണ്ട്, അത് ക്ലീവ് ചെയ്യാൻ വേറൊരാൾ വരും. അതാണ് FEN1 എന്ന് പറയുന്ന പ്രോട്ടീൻ വന്നിട്ട് എങ്ങനെയാണ് അതിന്റെ ആക്ടിവിറ്റി, റിമൂവ് ദ ലാസ്റ്റ് റൈബോ ന്യൂക്ലിയോടൈഡ്. പ്രൈമറിന്റെ ലാസ്റ്റ് വരുന്ന ആ ഒരു ന്യൂക്ലിയോടൈഡും കൂടി ഈ FEN എന്ന് പറയുന്ന എൻസൈം ക്ലീവ് ചെയ്യും. അത് കൂടാതെ നമ്മുടെ ന്യൂലി പ്രൊഡ്യൂസ് ചെയ്ത DNA സ്ട്രാൻഡിന്റെ കുറച്ച് ന്യൂക്ലിയോടൈഡും കൂടി ഇവിടുന്ന് ഇങ്ങനെ ക്ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ RNase H എന്ന് പറയുന്നത് എന്താ, പ്രൈമറിന്റെ ലാസ്റ്റ് ന്യൂക്ലിയോടൈഡിന്റെ തൊട്ട് മുന്നേ വരെയുള്ള ന്യൂക്ലിയോടൈഡ്സ് ക്ലീവ് ചെയ്യുന്നു. അതിനുശേഷം FEN1 വന്നിട്ട് ഈ ഒരു പ്രൈമറിന്റെ
ലാസ്റ്റ് ന്യൂക്ലിയോടൈഡും അതിൻ്റെ കൂടെ ഈ ന്യൂലി സിന്തസൈസ്ഡ് DNA സ്ട്രാൻഡിലുള്ള കുറച്ച് 2-3 DNA കൂടി അങ്ങ് ന്യൂക്ലിയോടൈഡ്സും കൂടി അങ്ങ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്തു. ഇനി റിമൂവ് ചെയ്തതിന് ശേഷം എന്താ, ഈ പ്രൈമർ ഇവിടെ നിന്ന് പോകും. പ്രൈമർ അവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ട്രാൻഡും ഉണ്ട്, ഈ ഒരു സ്ട്രാൻഡും ഉണ്ട്. അവ തമ്മിൽ എന്ത് ചെയ്യണം, ബൈൻഡ് ചെയ്യണം. അതിനെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് ലിഗേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഇവിടെ 2 സ്ട്രാൻഡ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പ്രൈമർ പോയ ആ ഗ്യാപ്പിലേക്ക് ലിഗേസ് വരുന്നു. ലിഗേസ് നമ്മൾ മോളിക്യുലാർ സിസർ എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ലിഗേസ് എൻസൈം വന്ന് 2 സ്ട്രാൻഡിന് 2 DNA ഫ്രാഗ്മെന്റ്സിനെയും ഒട്ടിച്ചു, ബൈൻഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ബൈൻഡ്സ് 2 fragments ഓഫ് DNA. സോ ഇങ്ങനെ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നു, റെപ്ലിക്കേഷൻ നടക്കും. ഇങ്ങനെയാണ് RNase Hന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഫ്ലാപ്പ് മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലാപ്പ് മെത്തേഡ് ലാഗിങ് സ്ട്രാൻഡ്സിൽ മാത്രമേ യൂസ്ഫുൾ ആകുള്ളൂ. ഈ ഒരു ഫ്ലാപ്പ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് FEN1 എന്ന് പറയുന്ന പ്രോട്ടീൻ തന്നെയാണ്. സോ ഫ്ലാപ്പ് മെത്തേഡിന് മുന്നേ ആദ്യം എന്ത് ചെയ്തു, ഇലോങ്ങേഷൻ പ്രോസസ്സിൽ, അതായത് ലാഗിങ് സ്ട്രാൻഡ് ആണെന്ന് പറഞ്ഞു. ലാഗിങ് സ്ട്രാൻഡ് ആകുമ്പം ആ ഒരു ലാഗിങ് സ്ട്രാൻഡിനെ സിന്തസിസിന് സഹായിക്കുന്ന എൻസൈം ഡെൽറ്റയാണ്. DNA പോളിമറേസ് ഡെൽറ്റ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ട്രാൻഡിൽ വരുന്നു. ആർക്ക് ശേഷം ആദ്യം DNA പോളിമറേസ് ആൽഫ വന്നു, അതിനുശേഷം 20 ന്യൂക്ലിയോടൈഡ് വെച്ച് അവിടെ സിന്തസൈസ് ചെയ്തു. അതിനുശേഷം വരുന്ന ബാക്കി ന്യൂക്ലിയോടൈഡ്സ് ഡെൽറ്റ വഴി സിന്തസൈസ് ചെയ്ത് ഇലോങ്ങേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലോങ്ങേഷൻ നടന്ന് ഇവിടെ ഒരു ന്യൂ DNA, ഈ ഒരു ഗ്രീൻ കളറുള്ള ന്യൂ DNA ഉണ്ട്. ഇവിടെ നെക്സ്റ്റ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സും ഉണ്ട്. ഇവിടെ RNA പ്രൈമറും ഉണ്ട്. ഇനി ഈ ഒരു ലാഗിങ് സ്ട്രാൻഡിലുള്ള RNA പ്രൈമർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? സോ നോക്കാം. അപ്പോൾ ഈ ഒരു RNA ഫ്രാഗ്മെന്റ്സ് അല്ല, ഈ ഒരു നെക്സ്റ്റ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ ഈ ഒരു RNA പ്രൈമറിന് അടുത്തുള്ള ഒരു റീജിയനിൽ നമ്മുടെ FEN1 എന്ന് പറയുന്ന പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യും. സോ FEN1 ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അതങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഫ്ലിപ്പ് പോലെ ആകുകയാണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള റീജിയൻ അങ്ങ് ഫ്ലിപ്പ് ആകും. ഓക്കെ, RNAയും നെക്സ്റ്റ് ഒക്കസാക്കി ഫ്രാഗ്മെന്റിന്റെ കുറച്ച് റീജിയനും കൂടി ഒന്ന് ഫ്ലിപ്പ് ആവുകയാണ്. ഫ്ലിപ്പ് ആയതിനു ശേഷം ഇത് ഇവിടെ നിന്ന് റിമൂവ് ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ കുറച്ച് ന്യൂക്ലിയോടൈഡ്സും പിന്നെ ആ ഒരു RNA പ്രൈമറും കൂടി ഇവിടുന്ന് സ്പ്ലിറ്റ് ആയി പോകും FEN1 വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ. ശേഷം എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങോട്ടേക്കാണ് സിന്തസിസ് നടക്കുന്നത്. ഇവിടെ എന്ത് വന്നു, ഒരു ഗ്യാപ്പ് വന്നു അല്ലേ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, ഇവിടെയുള്ള ഗ്യാപ്പ് ലിഗേസ് എന്ന് പറയും. നമ്മൾ RNase H പഠിച്ചതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഗേസ് എന്ന് പറയുന്ന എൻസൈം വരികയാണ്. ഓക്കെ, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഗേസ് എന്ന് പറയുന്ന എൻസൈം വന്ന് ബൈൻഡ് ചെയ്തു. ആ ഒരു ഇലോങ്ങേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി. സോ ഇതാണ് RNase H ആൻഡ് ഫ്ലാപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇലോങ്ങേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെലിക്കേസ് ആക്ടിവിറ്റി ഇങ്ങനെ ഹെലിക്കേസ് അൺവൈൻഡ് ചെയ്യുന്നു, ആൽഫ വരുന്നു, ഡെൽറ്റ വരുന്നു, എപ്സിലോൺ വരുന്നു, ഓരോ സ്ട്രാൻഡ് ഇങ്ങനെ സിന്തസൈസ് ചെയ്തത് ഒരു സ്ഥലത്ത് അവസാനിക്കണമെങ്കിൽ അവിടെ കുറേ ഒരു എൻഡ് പ്രോബ്ലം എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ടീലോമറേസ് ആക്ടിവിറ്റി വരുന്നുണ്ട്. അത് DNA റെപ്ലിക്കേഷന്റെ ടെർമിനേഷൻ എന്ന് പറയുന്ന റിയാക്ഷനിലാണ് പറയുന്നത്. അത് അടുത്ത ക്ലാസ്സിലായിട്ട് ഇടുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.